ശ്രീതട്ട, ശബരിമല വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. LDFും UDFും കോടതി ഉൾപ്പെടെ ഒരു വലിയ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ശബരിമല വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു വൈകാരികമായ വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു വിഷയമായി തന്നെയാണ് എല്ലാ കാലത്തും. ആദ്യം സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി ഉണ്ടായ സമയം മുതൽ ഒരു വൈകാരിക വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന സുപ്രീം കോടതി വിധിക്ക് ശേഷം ഉണ്ടായ പ്രക്ഷോഭങ്ങൾ നോക്കിയാൽ മതി. അതിനുശേഷം എല്ലാവരും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അങ്ങോട്ടും മാറിയും തിരിഞ്ഞും അന്ന് നടത്തിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏതാണ് ആ ഒരു വിവാദം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡ് ഒരു അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് അയ്യപ്പ വിശ്വാസികളുടെ ഒരു വലിയ സംഗമം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ തീരുമാനിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ആ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി തീരുമാനിച്ച സമയം എപ്പോഴാണ് എന്നുള്ളതാണ് ഇതിൽ വിഷയം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ സമയത്തുണ്ടാകുന്ന ഒരു CPMനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് നേരെ വിഭിന്നമായ ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വിഷയം ഉണ്ടാക്കുന്നത് ഇത് അയ്യപ്പ സംഗമം നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോഴും എല്ലാവരും വലിയ എതിർപ്പ്, ഏതൊക്കെ രീതിയിൽ ചെറിയ ചെറിയ മുറുമുറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. ഇതിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും കൂടി ക്ഷണിച്ചപ്പോഴാണ് സംഘപരിവാർ സംഘടനകളും BJPയും എല്ലാം ഇതിൽ എതിർപ്പുന്നയിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മം അടക്കമുള്ള സനാതന പരാമർശങ്ങളടക്കം നടത്തി വിവാദത്തിലായതാണ് സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകനും ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിനും കൂടെ വരുമ്പോൾ അവരിവിടെ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിനൊരു മറ്റൊരു തലത്തിലേക്ക് ഈ വിവാദം മാറിയത്, ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പം വലിയ ചർച്ചയായി, വലിയ രീതിയിലുള്ള രാജ്യവ്യാപകമായ ഒരു ചർച്ചയിലേക്ക്, അല്ലെങ്കിൽ ഒരു നാഷണൽ വാർത്തയായി ഇത് മാറിയത്. ഇതിനകത്ത് പങ്കെടുക്കാനും പറ്റുമോ പങ്കെടുക്കാൻ പറ്റില്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അഭിമുഖീകരിക്കുന്ന വലിയ വിഷയം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അയ്യപ്പ സംഗമത്തിന് NSS പൂർണ്ണ പിന്തുണ പറഞ്ഞു. അപ്പോൾ SNDP പറഞ്ഞു, NSS പറഞ്ഞു. NSS അപ്പോഴും പറയുന്നുണ്ട് അവരുടെ ആചാര ലംഘനം ഉണ്ടാകരുത്, ആ ഒരു എന്താ പറയുക, ഒരു ഉപാധികളാണ് അവർ മുന്നോട്ട് വെച്ച് ഇതിനകത്ത് NSS ഇതിനകത്ത് പറഞ്ഞു. അപ്പം മറ്റ് സംഘടനകൾക്ക് ഇതിനെ എതിർക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒന്നുകിൽ അയ്യപ്പ സംഗമത്തെ എതിർത്താൽ NSSനെ എതിർക്കുന്നു, SNDP എതിർക്കുന്നു, അതുപോലെ തന്നെ വിശ്വാസികളെ എതിർക്കുന്നു എന്നുള്ളൊരു ഹിന്ദു വോട്ട് ബാങ്കിനെ എതിർക്കുന്ന ഒരു ഇത് ഉണ്ടാക്കാൻ CPM വിജയിച്ചു. പക്ഷേ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ള ആലോചനയിലാണ് മറ്റുള്ളവർ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിശ്വാസ സംഗമം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പന്തളം കൊട്ടാരത്തിന് മുന്നിൽ നടത്തുന്നു. അതിൽ ഏകദേശം ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. ഹിന്ദു ഐക്യവേദി അടക്കം മുന്നോട്ട് വരുന്നു. അതിലേക്ക് അമിത്ഷായെ കൊണ്ടുവരുന്നു, യോഗിയെ BJP പ്രോഗ്രാമായത് മാറിക്കൊണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ, പന്തളം സ്ത്രീ പ്രവേശന വിഷയം ഉണ്ടായിരുന്നപ്പോൾ പോലും എങ്ങനെയാണ് പന്തളം കൊട്ടാരം കേന്ദ്രീകരിച്ച് സമരം എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടത്, അതെങ്ങനെ നാമജപ ഘോഷയാത്രകളിലേക്ക് മാറി, അതിനകത്തെല്ലാം ഒരു BJP സംഘപരിവാർ അജണ്ടയും അതിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയത്തിലൂടെയാണ് മുന്നോട്ട് പോയത്. അതേ രീതിയിൽ തന്നെയാണ് ഈ വിശ്വാസ സംഗമത്തെയും നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴും ഇതിനെല്ലാം മറുപടി വേണ്ടി വരുന്നതിനകത്ത് CPMനൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ, അന്ന് സ്ത്രീ പ്രവേശന പ്രശ്നം ഉണ്ടായപ്പോൾ ഇതൊരു വലിയ നവോത്ഥാനമാണെന്ന് കൊട്ടിഘോഷിച്ചവരാണ് CPMും അന്നത്തെ പിണറായി സർക്കാരും. അതിൽ നിന്നൊരു നിലപാട് മാറ്റം, ആ നിലപാട് മാറ്റത്തിനാണ് മറുപടി പറയേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഇതിന് രണ്ടിനും ഈ വിഷയം വലിയ ചർച്ചയാവും. മറ്റ് വിഷയങ്ങളെല്ലാം പിന്നിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഏത് രീതിക്കായിരിക്കും ഇത് UDF ഉപയോഗിക്കുക ഈ ഒരു വിഷയത്തിനകത്ത്? ഇപ്പോൾ അവർക്ക് ഇതിനകത്ത് അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും പ്രശ്നമാണ് എന്നുള്ള രീതിക്കാണ് UDF ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഏത് രീതിയിൽ അവർ ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നു? UDF വലിയൊരു പ്രതിസന്ധിയിലാണ് പെട്ടത്. കാരണം UDF ആദ്യം മുതൽ പറയുന്നത് ഇതൊരു രാഷ്ട്രീയമാണ്, ഇതൊരു രാഷ്ട്രീയ കാപട്യമാണെന്ന് പറയാനാണ് UDF ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ UDF പെട്ടുപോയത് NSS, SNDP പോലെയുള്ള പല സാമുദായിക സംഘടനകളും ഈ അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ UDF പെട്ടുപോയി. കാരണം അവർക്ക് ഇതിനകത്ത് പങ്കെടുക്കില്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാമുദായിക സംഘടനകൾക്കും മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ വിശ്വാസികളെന്ന് പറയുന്ന
ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തവരുടെ അടുത്തും മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് UDF ആണെന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബഹിഷ്കരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനും പറ്റില്ല, പങ്കെടുക്കാനും പറ്റാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഏറ്റവും തന്ത്രപരമായി 4 ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ചോദ്യങ്ങളാണ് അവരെല്ലാം ഉന്നയിച്ചത്. ഒന്ന്, സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ള നിലപാടിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? രണ്ടാമത്തത്, സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് കൊടുത്ത സത്യവാങ്മൂലത്തിൽ മാറ്റമുണ്ടാകുമോ? പിന്നെ ഒന്ന്, ശബരിമല ഒരു വികസനവുമായി ബന്ധപ്പെട്ട് ഖജനാവിൽ അല്ലെങ്കിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കോടികളുടെ പദ്ധതിയുണ്ട്, അത് നടപ്പിലാക്കുമോ? ഇത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച് അതിൽ ഈ ചോദ്യങ്ങൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മൊത്തം സർക്കാരിലേക്ക് പ്രതിസന്ധിയിലാക്കുക എന്നുള്ളൊരു ശ്രമമാണ് നടത്തിയത്. കാരണം UDF അതേ നടത്താൻ പറ്റുള്ളൂ. ആ ഒരു പ്രതിസന്ധിയാണ് അത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ UDF ഇത് ബഹിഷ്കരിച്ചാൽ ഇതിൻ്റെ ഗുണം അനുഭവിക്കാൻ സംഘപരിവാർ അല്ലെങ്കിൽ BJP അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ ഇപ്പുറത്തുണ്ട്. അവരവരുടേതായ പരിപാടികളും പദ്ധതികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഈ വിശ്വാസ സംഗമം എന്ന് പറഞ്ഞ് സംഘപരിവാർ നടത്തുന്ന പരിപാടിയെ മറ്റേ അയ്യപ്പ സംഗമത്തെ എതിർത്താൽ ഇതിനെ പിന്തുണയ്ക്കേണ്ടി വരും. ഈ പരിപാടി നടത്തുന്ന ആരാ? ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘപരിവാർ സംഘടനകളാണ്. ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയിരിക്കുന്നത് UDF ആണ്. പന്തളം കൊട്ടാരത്തിന്റെ പരിപാടിയിൽ ഇനി UDF അടുക്കാൻ സാധ്യതയുണ്ടോ? അല്ല, UDF എങ്ങനെ എടുക്കാൻ പറ്റുന്നത്? അവരെങ്ങനെയാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ഇതിനകത്ത് വരുന്ന അവരുടെ രാഷ്ട്രീയം കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. കാരണം അവർ ശബരിമലയെ സുവർണ അവസരമെന്നാണ് BJP അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് വിശേഷിപ്പിച്ചത്. ആ രീതിയിൽ അവർക്ക് വീണ്ടും കളം നിറയാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. ആ ഒരു അവസരത്തിൻ്റെ പിന്തുണയിലേക്ക് UDF ഒരിക്കലും പോകാൻ പറ്റില്ല. അതുകൊണ്ട് UDF എനിക്ക് തോന്നുന്നില്ല ഈ വിശ്വാസ സംഗമം എന്നൊക്കെ പറഞ്ഞ് അമിത്ഷായും യോഗി അതൊക്കെ കൊണ്ടുവരാൻ ആലോചിക്കുന്ന ഒരു പരിപാടിയിലേക്ക് UDF പിന്തുണ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയമായിട്ട് അത് വലിയ വെല്ലുവിളിയായി മാറും. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും സംഘപരിവാർ സംഘടനയ്ക്കൊപ്പം ഇവർക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? അതുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻസ് നിരത്തി കൗണ്ടർ ക്വസ്റ്റ്യൻ നിരത്തുക. ഈ ഒരു ഇത് അവർ UDF ഉന്നയിച്ച ഒരു ചോദ്യം കൂടെയുണ്ട്. കാരണം നാമജപ ഘോഷയാത്രയുടെ പേരിൽ 25,000 കേസുകൾ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കോടതിയിൽ കയറി ഇറങ്ങുകയാണ്. ഈ ചോദ്യം ഇവരുടെ ഈ കേസുകൾ പിൻവലിച്ചില്ല. ഈ ഇരട്ടത്താപ്പെല്ലാം പറഞ്ഞ് ഈ രീതിയിൽ മുന്നോട്ട് പോകാല്ലാതെ UDF മുന്നിൽ വേറെ വഴിയില്ല എന്നുള്ളതാണ്. സംഘപരിവാർ സംഘടന അവരുടേതായ അജണ്ടകളുമായി മുന്നോട്ട് പോകും. ആ അജണ്ടയിൽ ചെന്ന് UDF വീഴാൻ പറ്റില്ല. അതാണ് അവസ്ഥ. ഇലക്ഷൻ അടുത്തു വന്നിരിക്കുന്ന ടൈമാണ്. അപ്പോൾ മുമ്പോട്ട് ഈ ഒരു ശബരിമല വിഷയം തന്നെ ആയിരിക്കുമോ രാഷ്ട്രീയ ചർച്ചയായിട്ട് സജീവമായിട്ട് നിൽക്കാൻ സാധ്യത? അത് CPMൻ്റെയും സംസ്ഥാന സർക്കാരും CPM ഒരുക്കിയ വലിയൊരു കെണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെതിരായ ഒരുപാട് ജനവിരുദ്ധ വികാരങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് വിഷയത്തിൽ ആരോഗ്യരംഗത്തുള്ള പോരായ്മകളുണ്ട്. അതുപോലെ ഒത്തിരി വിഷയങ്ങൾ, സർക്കാരിനെതിരെ എന്തെല്ലാം ആരോപണങ്ങളുണ്ടോ, സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളുണ്ടോ, ഇതൊന്നും ഇപ്പോൾ ഇനി ചർച്ചയില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്താണ് ചർച്ച? വിശ്വാസം, അയ്യപ്പൻ, ശബരിമല, ആചാര സംരക്ഷണം, ഇതിലേക്ക് മാത്രമായി ഈ ചർച്ചകൾ മാറ്റുകയാണ്. ഈ സർക്കാർ അല്ലെങ്കിൽ CPM കൊണ്ടുവന്ന ഒരു അജണ്ടയിലേക്ക് മാറിയിരിക്കുന്നു. ഈ അജണ്ട മാറിയില്ല. ഇപ്പോൾ സർക്കാരിനെതിരെ എന്തെങ്കിലും വിഷയം ഞാൻ ചോദിക്കട്ടെ, ഈ അയ്യപ്പ സംഗമം മറ്റേ ഈ വിവാദങ്ങൾക്ക് വരുന്നതിന് മുമ്പായിട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന വലിയൊരു അഴിമതിയായിരുന്നു. 108 ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നു എന്ന് പറഞ്ഞ് ഒരു ചർച്ചയായിട്ടില്ല. അതിന് തൊട്ട് മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായ ആരോപണങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ വന്നത്. ആ വിഷയങ്ങളൊന്നും ചർച്ചയായിട്ടില്ല. സർക്കാർ പ്രതിക്കൂട്ടിലാവുന്ന ഒരു വിഷയവും ഇല്ല. സർക്കാരിന്റെ എല്ലാം എല്ലാ ആചാരം, വിശ്വാസം, ആചാര സംരക്ഷണം, ആശുപത്രി വിഷയവും സ്കൂളുകളുടെ വിഷയങ്ങളൊന്നും ചർച്ചയാവുന്നില്ല. ആരോഗ്യ രംഗത്തെ വിഷയം ചർച്ചയാവുന്നില്ല. സർക്കാർ മേഖലയിൽ അഴിമതി ഉണ്ടോ എന്നൊരു ചർച്ചയില്ല. ഇതൊന്നും ചർച്ചയാവുന്നില്ല. BJPക്ക് ഒരു സുവർണാവസരം പോലെ അവർ കൊണ്ടുവന്നൊരു വിഷയം ഇപ്പോൾ CPM ഒരു സുവർണാവസരമായി മാറിയിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണ് ഈ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം നടത്തുക. അതിനുശേഷം വന്ന ഇലക്ഷനിലെല്ലാം CPM വലിയ തിരിച്ചടിയായിരുന്നു. കാരണം CPM ആലപ്പുഴ ഒഴികെ ബാക്കി എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും തോറ്റുപോകുന്നൊരവസ്ഥയുണ്ടായി. അപ്പോഴും അതിനുശേഷം ആണ് BDJCയുടെ വോട്ടുകൾ വരെ ഒരുപാട് ചോർന്നു പോയി എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ ശബരിമല വിഷയത്തിൽ. ഈ ഒരു വിഷയത്തിൽ ആ വോട്ട് തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ഇപ്പം CPM ആദ്യം കുറച്ച് നാൾ ഒരു ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതിൽ നിന്ന് നേരെ മാറി അവരുടെ കോർ വോട്ട് ബാങ്കിനെ എങ്ങനെ ഉറപ്പിക്കാം എന്നുള്ള തലത്തിലേക്ക് CPMൻ്റെ ഒരു റിപ്പയറിംഗ് ആണ്. ഈ റിപ്പയറിങ്ങിനകത്താണ് എല്ലാ പാർട്ടികളും ചെന്ന് വീഴുന്ന രീതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതിനു വേണ്ടി മാത്രമാണ് ഈ ശബരിമലയും ആഗോള അയ്യപ്പ സംഗമവും അതുമായി ബന്ധപ്പെട്ട വിവാദവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.